നമുക്കിടയിൽ എത്ര പേരുണ്ട് പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയാതെ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് ഹരിതകർമ്മസേനയ്ക്കൊക്കെ കൊടുക്കുന്നവർ. പ്ലാസ്റ്റിക്കുകൾ പെറുക്കാൻ എത്ര ഹരിതകർമ്മസേനാംഗങ്ങൾ വീടുകൾ എത്തുന്നുണ്ട് കൃത്യമായിട്ട്. മഴക്കാല ശുചീകരണം എന്നൊക്കെ പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നുമൊക്കെ നിർദ്ദേശം തരുന്നുണ്ട്, ആൾക്കാർ ഇറങ്ങുന്നുമുണ്ട്. എന്നിട്ട് നമ്മുടെ മാലിന്യങ്ങൾ മാറുന്നുണ്ടോ? തിരുവനന്തപുരത്തെ ഈ കാഴ്ചകൾ കാണുമ്പോൾ ഞങ്ങളൊക്കെ സ്വർഗത്തിലാണ്. ഇങ്ങനെ ഒരു മാലിന്യം ആദ്യമായിട്ടാണ് കാണുന്നത്. ജീവിക്കുവാൻ വേണ്ടി എന്തു തൊഴിലും ചെയ്യാൻ തയ്യാറായ ഒരു പാവം മനുഷ്യൻ ഇപ്പോൾ എവിടെയാണ്? ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. എല്ലാത്തിനും പഞ്ചായത്തിനെയോ മുനിസിപ്പാലിറ്റിയോ റെയിൽവേയോ മാത്രം പറഞ്ഞാൽ മതിയോ? നമ്മുടെ വീടും പരിസരവും വൃത്തിയാകുന്നത് പോലെ തന്നെ നമ്മുടെ നാടും വൃത്തിയാകണമെന്ന് ചിന്തിക്കുന്നവർ എത്ര പേരുണ്ട്? സ്ത്രീകൾ ഉപയോഗിക്കുന്ന പാഡ്, കുട്ടികൾ ഉപയോഗിച്ച നാപ്കിനുകൾ എല്ലാം ഷിമ്മിക്കൂടുകളിലാക്കി വലിച്ചെറിയുന്ന പതിവുണ്ട്. ഇതിനൊരു മാറ്റം വരുത്തിക്കൂടെ? ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ജോലിയുടെ ഭാഗ്യമായിട്ട് ഇങ്ങനെയൊരു അവസ്ഥ ഈ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിരിക്കുന്നത്. കക്കൂസ് മാലിന്യങ്ങൾ വരെയുള്ള മലിനജലത്തിൽ ഇറങ്ങി എത്ര മണിക്കൂറുകളാണ് അതുങ്ങൾ കഷ്ടപ്പെടുന്നത്? എപ്പോൾ ദൗത്യം തീരുമെന്ന് ഒരു പിടിയുമില്ല. നമുക്ക് ഇതൊക്കെ TV ചാനലിലൂടെയൊക്കെ കാണാനേ പറ്റുള്ളൂ. നമുക്കൊരു സഹായത്തിന് നമുക്ക് ആവില്ല. ദൗത്യം കഴിഞ്ഞാലുടൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകണം. എന്തൊക്കെ അണുക്കളും വിഷവുമാണ് ശരീരത്തിൽ കയറി കൂടിയിട്ടുള്ളത് എന്ന് പറയാൻ പറ്റില്ല. ഇവർക്ക് 100,000 നന്ദി പറഞ്ഞാലും പോരാ. ബഹുമാനപ്പെട്ട അധികാരികളെ, എത്രയും പെട്ടെന്ന് ഇത് കഴിഞ്ഞ് ഇതിനുള്ള പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. എൻ്റെ തോന്നലിൽ ഒരു ഗുഹയിൽ അകപ്പെട്ട ആൾക്കാരെ പോലെയുണ്ട്. ഇതൊരു കൃത്രിമ ഗുഹ എന്ന് പറയാം, മനുഷ്യ നിർമ്മിത ഗുഹ എന്ന് തന്നെ പറയാം. അതിലകപ്പെട്ട ആളെ പോലെയുണ്ട്. രക്ഷപ്പെട്ടോ ഒന്നും അറിയില്ല. കൂട്ടുകാരെ, ഈ പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെ തള്ളാതെ ഇരിക്കാനുള്ള എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് നിങ്ങളുടെ ചിന്തയിലുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുമോ? എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്ലാസ്റ്റിക്കുകൾ എടുക്കുമ്പോൾ കൊടുക്കുന്നവർക്കും ഒരു തുക കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എങ്കിൽ സൂക്ഷിച്ച് വെച്ച് ഈ പ്ലാസ്റ്റിക്കുകൾ കൊടുക്കും. കൃത്യമായി ജോലി ചെയ്യാത്ത ഹരിത കർമ്മസേനക്കാരെ പറഞ്ഞു വിടണം. അതുപോലെ തന്നെ കൃത്യമായി ജോലി ചെയ്യുന്നവരെ എടുക്കണം. ഇവർക്ക് ശമ്പളമാക്കിയാലും കുഴപ്പമില്ല. ട്രാഫിക് നിയമങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ ഇതിനും നിയമങ്ങൾ വെക്കണം. ഹെൽമെറ്റ് വെക്കാത്തതിന് പിഴ, സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് പിഴ, അങ്ങനെ കുറേ പിഴകളുണ്ടല്ലോ. അതും ഇതുപോലെ ഈ പ്ലാസ്റ്റിക് ചെറിയതാണെങ്കിലും വലിച്ചെറിയുന്നവർക്ക് CCTVയിൽ കാണുകയാണെങ്കിൽ അതിന് CCTV എല്ലായിടത്തും വെക്കണം. വലിച്ചെറിയുന്നവർക്ക് നല്ല ശിക്ഷ കൊടുക്കണം. നല്ല തുക ഫൈനായിട്ട് അടപ്പിക്കണം. എങ്കിലേ ഇതിനൊരു മാറ്റം വരുള്ളൂ. എൻ്റെ പ്രാർത്ഥന ആ ജോലിക്കിടയിൽ